വയറിലെ പുണ്ണ് അല്ലെങ്കിൽ പെപ്റ്റിക് അൾസർ, അത് ഗ്യാസ്ട്രിക് അൾസറായിട്ടോ ഡിയോഡനൽ അൾസറായിട്ടോ ഒക്കെ പറയാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും പലപ്പോഴും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കാൻ വരെ പേടി തോന്നിക്കുന്ന ഒരു സംഭവമായിട്ട് പലപ്പോഴും കാണാറുണ്ട്. അതായത് ചിലപ്പം ഫുഡ് കഴിച്ചാൽ അയ്യോ എനിക്ക് വേദന വരുമോ, ഞാൻ വൊമിറ്റ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു പേടി കൊണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണ്, അതെന്തുകൊണ്ടാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കതിന് നമ്മളുടെ ഡയറ്റിലും ബാക്കി ലൈഫ് സ്റ്റൈലിലൊക്കെ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ട് അതൊന്ന് കൺട്രോൾ ചെയ്യാം എന്ന് നോക്കാം. ഞാൻ ഡോക്ടർ അതുല്യ ജെയിൻ, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. നിങ്ങൾക്ക് അപ്പം വയറിൽ പുണ്ണുണ്ടെങ്കിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ് നിർത്തുക എന്നുള്ളത്. കാരണം ഇപ്പോൾ നിങ്ങളുടെ വയറിലെ പുണ്ണിന് മെഡിസിൻ എടുക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ അറ്റ് ദ സെയിം ടൈം അപ്പുറത്ത് നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ മെഡിസിൻ എടുക്കുന്നതിന് കാര്യമില്ലാതെയാവാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ സ്മോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മ്യൂക്കോസേനൊക്കെ ഇത് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് സ്മോക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അത് ഹീലാവാനുള്ള, നിങ്ങളുടെ വയറിലുണ്ടായ പുണ്ണ് ഹീലാവാനുള്ള ടൈം കൂടുന്നു, അതിൻ്റെ ഹീലിംഗ് ശരിക്കും നടക്കില്ല, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും സ്മോക്കിംഗ് നിർത്തേണ്ടത് ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് നിർത്തണം. കാരണം നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് സ്മോക്കിംഗ് ആയിക്കോട്ടെ ആൽക്കഹോൾ ആയിക്കോട്ടെ അത് ഒട്ടും നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതെന്തായാലും ഇപ്പം വയറിലെ പുണ്ണ് എന്നല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് നിർത്തേണ്ട കാര്യമാണ്. അതിപ്പം ഏത് അസുഖത്തിനായാലും അത് ബോഡീനെ ഒരു ബാഡ് എഫക്റ്റാണ് അത് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് നിർത്തണം. അതും ഈ സ്മോക്കിങ്ങിൻ്റെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഹീലിങ്ങിനെ ആയിക്കോട്ടെ നിങ്ങളുടെ മ്യൂക്കോസിനെ ഇറിറ്റേറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വയറിലെ പുണ്ണുള്ളവർക്ക് ചിലപ്പോൾ കാരണം പുണ്ണൊക്കെ നല്ല കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ബ്ലീഡിങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ആൽക്കഹോൾ യൂസ് ചെയ്താൽ കൂടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കണ്ടീഷൻ ഒന്നും കൂടെ കൂടുതൽ വേഴ്സ് ആവുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ആൽക്കഹോൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും സ്മോക്കിങ്ങിനെ പറഞ്ഞ പോലെ തന്നെ എന്തായാലും നിർത്തേണ്ട ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫുഡ് കഴിക്കുന്ന ടൈം. കാരണം വയറ് കാലിയാക്കി ഇടുന്നത് പലപ്പോഴും ഈ പെയിൻ പെട്ടെന്ന് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഫുഡ് വെച്ചിട്ട്, എന്ന് വെച്ചാൽ കുറച്ച് ഫുഡ് വെച്ചിട്ട് കുറച്ച് അധികം ഇൻ്റർവെല്ലിൽ കഴിക്കാതെ ഇടയ്ക്കിടയ്ക്കുള്ള ഇൻ്റർവെല്ലിൽ കഴിക്കുക, വെച്ചാൽ ഫ്രീക്വൻസി കൂട്ടുക. ഇപ്പോൾ നിങ്ങൾ 3 നേരം ഫുഡ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ രാവിലെ കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്ന ആളാണെങ്കിൽ ഇതിൻ്റെ ഇടയിലൊരു ടൈമിലും കൂടെ എന്തെങ്കിലും കുറച്ച് കഴിക്കുക. ഓവർ ഈറ്റിംഗ് അല്ല വേണ്ടത്. കാരണം നിങ്ങളെ വയറ് കാലിയാവാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് കഴിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം നിങ്ങൾക്ക് ആ വയറ് കാലിയായി കിടക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും പെയിൻ വരുന്നത്. അപ്പോൾ അതില്ലാതാക്കാൻ ഹെൽപ്പ് ചെയ്യും. അത് ശ്രദ്ധിക്കുക. ഒരിക്കലും ഫുഡ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം എന്ന് പറയുമ്പോൾ സ്കിപ്പ് ചെയ്താൽ ഊഹിക്കാവുന്നേ ഉള്ളൂ പ്രശ്നം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇനി നാലാമതായിട്ട് പറയുമ്പോൾ ഉള്ളതാണ് നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. കാരണം സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക, എരിവുള്ള ഫുഡ് മൊത്തമായിട്ട് ഒഴിവാക്കുക, ഓയിൽ അധികം എണ്ണുള്ളത് ഒഴിവാക്കുക, പൊരിച്ചത് വറുത്തത് പോലത്തുള്ള ഫുഡുകളൊക്കെ അല്ലേ അതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. ആ എരിവുള്ളൊരു ഫുഡ് തട്ടിക്കഴിഞ്ഞാൽ അത്രയും ദിവസമുള്ള ഇല്ലാത്തൊരു പെയിന് നിങ്ങൾക്ക് പെട്ടെന്ന് വരാം. അപ്പം എരിവുള്ളത് ഒഴിവാക്കുക, അധികം ഓയിലി ആയിട്ടുള്ളത് ഒക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ എടുത്തു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ. അപ്പോൾ ഈ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡിൽ നമ്മൾ കഴിക്കരുത് എന്ന് പറഞ്ഞതായിരുന്നു ഓറഞ്ച് പോലത്തുള്ള അല്ലെങ്കിൽ നാരങ്ങ പോലത്തുള്ള സിട്രസ് ആയിട്ടുള്ള സാധനങ്ങൾ. കാരണം അത് പുളിപ്പുള്ളതാണ്, അത് നിങ്ങളുടെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ അത് എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്തതാണ് നമുക്ക് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രോബയോട്ടിക്സ്. തൈര് പോലുള്ളത് നല്ലതാണ്, അത് ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തതായിട്ടാണ് സ്ട്രെസ്സ്. നമുക്ക് എല്ലാവർക്കും അറിയും, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പലപ്പോഴും എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കും. ഒരു എക്സാം വരുമ്പോഴേക്കും ചിലപ്പോൾ ഇങ്ങനെ വയറിൽ കാളലായി, ബുദ്ധിമുട്ടായി, വായൽ പുണ്ണ് വരലായി. അപ്പോൾ നമ്മളെല്ലാവരും ഒരു സ്ട്രെസ്സിൽ കൂടെയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം ഈ സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളതും ഈ വയറിലെ പുണ്ണുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ്സ് ഏതാണെന്ന് നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് സ്ട്രെസ്സ് വരാറുള്ളതെന്നൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് കുറയ്ക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. യോഗ ചെയ്യാം സ്ട്രെസ്സ് കുറയ്ക്കാൻ, മെഡിറ്റേഷൻ ചെയ്യാം. അതല്ലാന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോബീസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഡാൻസ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് പാട്ടായിരിക്കും, ഡ്രോയിങ് ഒക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങൾ അതിലേക്കൊക്കെ കുറച്ച് ഇൻവോൾവ് ആവാൻ നോക്കിയാൽ ചിലപ്പോൾ നിങ്ങളുടെ സ്ട്രെസ്സ് കുറയും. അങ്ങനെ സ്ട്രെസ്സ് മാനേജ് ചെയ്താലും നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകളെയും
ഇതിൻ്റെ ട്രിഗറിങ്ങിനെയും കുറയ്ക്കാൻ പറ്റും. ചിലപ്പോൾ ഓൾറെഡി വായിൽ പുണ്ണുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ സ്ട്രെസ്സോ വന്നാൽ ചിലപ്പോൾ അത് മതിയാവും അത്രയും ദിവസം ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ പിന്നെ ഒന്ന് കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സ്ട്രെസ് എങ്ങനെയായാലും മാനേജ് ചെയ്യാൻ നോക്കണം. കാരണം സ്ട്രെസ്സും ഈ വയറിലെ പുണ്ണായിക്കോട്ടെ വായിലെ പുണ്ണായിക്കോട്ടെ അതൊക്കെ കണക്റ്റഡ് ആണ്, അതൊക്കെ ട്രിഗർ ചെയ്യും. അതുകൊണ്ട് അത് സ്ട്രെസ് എന്തായാലും ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലേറ്റ് നൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇപ്പം രാത്രി 12 മണിക്ക് 11 മണിക്കൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കുറേ ഫുഡ് കിട്ടും, കുറേ ഷോപ്പൊക്കെ ഓപ്പൺ ആയിരിക്കും, എല്ലാവർക്കും രസമായിരിക്കും പോയി കഴിക്കാനൊക്കെ. പക്ഷേ ഇതൊരു ഹാബിറ്റ് ആയിരിക്കും ചിലർക്ക്, ചിലപ്പോൾ ചിലർ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കുക. അപ്പോൾ ഈ രാത്രി ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ബോഡിക്ക് ഒട്ടും നല്ലതല്ല. ഏറ്റവും നല്ലത് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ 3 മണിക്കൂർ മുന്നേ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തീർക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഈ രാത്രി കഴിക്കുന്നത് ഓൾറെഡി നല്ലതല്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ വയറിനൊരു പ്രശ്നമുള്ള ഒരാൾക്ക് അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാൻ ടൈം കിട്ടുന്നുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ആ കഴിക്കുന്ന ഫുഡ് എന്തെങ്കിലും ചിലപ്പോൾ വറുത്ത പോലത്തെ അല്ലെങ്കിൽ ചിപ്സ് പോലത്തെ പ്രോസസ്ഡ് ഫുഡൊക്കെ ആവാം. അപ്പോൾ അതെന്തായാലും ഒഴിവാക്കുക. നിങ്ങൾ കിടക്കുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുന്നേ ആയിരിക്കണം നിങ്ങളുടെ ഡിന്നർ നിങ്ങൾ നിർത്തണം. അല്ലെങ്കിൽ എന്ത് ഫുഡും ആയിക്കോട്ടെ രാത്രിത്തെ ഫുഡ് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നിർത്തുക. ഏറ്റവും നല്ലത് ഒരു 8 മണിക്കായിട്ട് അല്ലെങ്കിൽ 8 മണീൻ്റെ മുന്നേ ആയിട്ട് ഡിന്നർ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചായ അല്ലെങ്കിൽ കാപ്പി. ചായ കാപ്പി നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം 1 കപ്പ് മാത്രം കുടിക്കുക, അതിലധികം കുടിക്കാൻ പാടില്ല. ഇനി കുടിക്കുകയാണെങ്കിൽ തന്നെ വെറും വയറ്റിൽ ചായയും കാപ്പിയും കുടിക്കാതിരിക്കുക, അത് ശ്രദ്ധിക്കണം. അടുത്ത ഒരു കാര്യമാണ് പെയിൻ കില്ലേഴ്സ്. പെയിൻ കില്ലേഴ്സ് നമ്മൾ എടുക്കുന്നത് നമ്മൾക്ക് തോന്നുകയാണ് ഓക്കെ എനിക്കിതാണ് വേദന തോന്നി പെയിൻ കില്ലർ എടുക്കുക, അങ്ങനെ എടുക്കുന്നത് ഒഴിവാക്കുക. കാരണം ഇടയ്ക്കിടയ്ക്ക് പെയിൻ കില്ലർ എടുക്കുന്നത് നല്ലതല്ല. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാനും ഉണ്ടെങ്കിൽ അത് കൂടെ ചെയ്യും പെയിൻ കില്ലർ എടുത്തു കഴിഞ്ഞാൽ. അപ്പം പെയിൻ കില്ലർ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് കുറയ്ക്കുക. ഇനി അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെ നിങ്ങൾ ഡോക്ടറെ കണ്ട ശേഷം മാത്രം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ ഡോക്ടറെ അടുത്ത് പറഞ്ഞ ശേഷം മാത്രം പെയിൻ കില്ലേഴ്സ് എടുക്കാം. അടുത്തതാണ് ഉറക്കം എന്തായാലും ഒരു 7 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക. 7 മണിക്കൂറിൽ കുറയാതെ തന്നെ ഉറങ്ങുക. ലേറ്റായിട്ട് കിടക്കുന്നതൊക്കെ ഒഴിവാക്കാം. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അപ്പോൾ നമ്മൾ ഡെയിലി ചോറ് കഴിക്കുന്നവരാവും പലരും, അധിക പേരും ചോറ് കഴിക്കുന്നവരാണ്. അപ്പോൾ ചോറ് കഴിക്കുമ്പം ഈ വൈറ്റ് റൈസ് കഴിക്കുന്നതിന് പകരം കുറച്ച് തവിടുള്ള അരി കഴിക്കാം. അത് തന്നെ നമ്മൾക്ക് ഒരു ഫൈബർ കൂടുതലായിട്ടുള്ള ഒരു ഫുഡ്ക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് അതെന്ന് പറയുന്നത്. അല്ലാതെ നമുക്കിപ്പം വെജിറ്റബിൾസ് ആയിക്കോട്ടെ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം നിങ്ങൾ ചോറ് കുറച്ചെടുക്കുകയാണെങ്കിൽ കുറേ വെജിറ്റബിൾസ് എടുക്കാം, നന്നായിട്ട് വെള്ളവും കുടിക്കുക. പക്ഷെ ചോറ് കഴിക്കുന്നതിൻ്റെ കൂടെ കുറേ വെള്ളം കുടിക്കാതിരിക്കാൻ നോക്കുക. അല്ലാത്ത ടൈമിൽ എന്തായാലും ഒരു 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കണം. അതും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത ഒരു കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു ബുക്ക് എടുത്തിട്ട് എഴുതി വെക്കാം. എന്തൊക്കെ ഫുഡ് കഴിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ ട്രിഗർ ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാനും അതിൽ കൂടുതൽ ശ്രദ്ധിക്കാനും പറ്റും. അപ്പോൾ ഒരു പേപ്പറിലോ ഇതിലോ ഇടയ്ക്കിടയ്ക്ക് ഓക്കെ ഇന്ന് ഇത് വന്ന ദിവസം ഈ പെയിൻ വന്ന ദിവസം ഞാൻ എന്താ കഴിച്ചിരുന്നത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ദിവസം കഴിയുമ്പോൾ ഒരു ഐഡിയ കിട്ടും. അത് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. വയറിലെ പുണ്ണുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾക്കോ കൺസൾട്ടേഷനോ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.